ഇഫ്താറിനും സമ്മർ ഡ്രിങ്കായിട്ടൊക്കെ കുടിക്കാൻ പറ്റിയ കുറച്ച് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നല്ല കോമ്പിനേഷൻ വരുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ടൊക്കെ കൊടുക്കണേ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തയ്യാറാക്കി എടുക്കുന്നത് ഓറഞ്ച്, ലെമൺ, ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഞാൻ അതിനെ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പുതിനയിലയും 2 നാരങ്ങ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ ചേർക്കുന്ന ഒരു 12 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാരയ്ക്ക് പകരം വേറെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 12 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു 1.5 ലിറ്റർ വെള്ളമാണ്. 6 ഗ്ലാസ് ജ്യൂസ് കിട്ടും. അപ്പോൾ ഒരു 1.5 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചു, ബാക്കിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു 3 ഓറഞ്ച് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊന്ന് ചേർത്തെടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ കസ്കസ് കുതിർത്തതോ അല്ലെങ്കിൽ ചിയ സീഡിൽ അത് കുതിർത്തതോ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ജ്യൂസ് നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. അതുപോലെ തന്നെ നല്ലൊരു റിഫ്രഷിങ് ഫീലിംഗ് കിട്ടും. അപ്പോൾ ക്യാരറ്റിൻ്റെ ഓറഞ്ചിലേക്ക് ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. പിന്നെ അടുത്ത് ഞാൻ ചെയ്യുന്നത് നാരങ്ങയും ഓറഞ്ചും വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ്. അത് നല്ല ടേസ്റ്റിലുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഞാൻ ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഒരു 5 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൾസ് മോഡിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ജ്യൂസ് നമുക്കിനി ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 നാരങ്ങയാണ് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 കപ്പ് പഞ്ചസാര, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2.5 ലിറ്ററോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഈ ഒരു അളവിൽ 12 തൊട്ട് 13, 14 ഗ്ലാസ് വരെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സും ചിയ സീഡോ അല്ലെങ്കിൽ കസ്കസോ ഒക്കെ ചേർത്തിട്ട് സെർവ് ചെയ്യാം. അതും നല്ല ടേസ്റ്റിലുള്ള ജ്യൂസാണ്. നല്ലൊരു റിഫ്രഷിങ് ഫീൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കും. പിന്നെ അടുത്ത് ഞാൻ ചെയ്യുന്നത്, ഇത് ഞാൻ പറയുന്നതിൻ്റെ അടിപൊളി ജ്യൂസാണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. അതിൻ്റെ ഒരു കളറും ടേസ്റ്റൊക്കെ അതിഗംഭീരമാണ്. ഒരു 2 മാതളങ്ങ എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആ ഒരു കുരു ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ഓവറായിട്ട് നമ്മൾ അടിച്ച ഒരു കുരു ഒന്ന് അരച്ചെടുക്കല്ലേ, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. ആ ഒരു ജ്യൂസ് ഒന്ന് അരിച്ചൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4-5 കഷ്ണം പൈനാപ്പിൾ, പിന്നെ 1 കപ്പ് പഞ്ചസാര. നേരത്തെ പറഞ്ഞ അതേ അളവ് തന്നെയാണ് ഈ ഒരു ജ്യൂസിന് തയ്യാറാക്കിയിട്ടുള്ളത്. 2.5 ലിറ്ററോളം വെള്ളം. അതിലേക്ക് നമുക്ക് ഈ ഒരു ജ്യൂസിൻ്റെ ഒരു പൾപ്പ് ഫുള്ളായിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിയ സീഡും അല്ലെങ്കിൽ കസ്കസ് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് അത് ചേർത്ത് ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിലുള്ള ജ്യൂസാണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഷുഗർ പേഷ്യൻറ്റോ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ പറ്റിയൊരു ജ്യൂസാണ്. വാട്ടർമെലൺ ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കാതെ അതിൻ്റെ ഒരു പൾപ്പ് മാത്രം എടുത്തിട്ട് കുരു ഒന്നും അടിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കണം. മിക്സിയിൽ മാറ്റിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കസ്കസ് കുതിർത്തതൊക്കെ ചേർത്തിട്ട് സെർവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇതിന് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല മധുരമുള്ളത് തന്നെ. ഇപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടുന്ന വാട്ടർമെലണൊക്കെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളത് ചേർക്കേണ്ട ആവശ്യമില്ല. പുതിനയല്ലേ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഫീൽ കിട്ടും. അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വാട്ടർമെലൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് തയ്യാറാക്കിയെടുക്കുന്നത് പൈനാപ്പിൾ വിത്ത് ലെമൺ. പൈനാപ്പിൾ ലെമണും കൂടെ ചേരുമ്പോൾ നല്ല കോമ്പിനേഷനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പുതിനയിലയും പിന്നെ ഒരു പകുതി ഹാഫ് പോർഷൻ എടുക്കുന്നുണ്ട് കേട്ടോ പൈനാപ്പിൾ. അത് ചെറുതായിട്ട് മുറിച്ചത്. പിന്നെ എടുക്കുന്നത് ഒരു 2 നാരങ്ങയാണ്. അത് ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ചേർത്തെടുക്കും. ഒട്ടും തന്നെ കുരു വിടാനായിട്ട് പാടില്ല. ഈ ഒരു ജ്യൂസിലൊന്നും നമ്മൾ നാരങ്ങയുടെ കുരു വിടാതെ വേണം ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ നമുക്ക് ചേർക്കാനുള്ള ഒരു 12 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 തൊട്ട് 6 കപ്പ് വരെ ജ്യൂസ് കിട്ടും. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഐസ് ക്യൂബ്സും കസ്കസ് കുതിർത്തതൊക്കെ ചേർത്തിട്ട് സെർവ് ചെയ്യാം. ഇത് നല്ല അടിപൊളി ജ്യൂസ് തന്നെയാണ്. ഇതെപ്പോഴും വീട്ടിൽ തയ്യാറാക്കുന്നൊരു ജ്യൂസാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ജ്യൂസിൻ്റെയൊക്കെ ഒരു നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാൻ എൻ്റെ ചാനൽ യൂട്യൂബാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.